ഓർത്തൊന്ന് നോക്ക് സ്വലത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വിലപിടിപ്പതിനുള്ളതാ. നമ്മളെ ബാപ്പാദം അലൈഹിസ്സലാം നമ്മളെ ഉമ്മക്ക് മഹറായിട്ട് എന്താ കൊടുക്കുക? മഹറായിട്ട് കൊടുക്കാൻ സ്വർഗം മുഴുവനും കൊടുക്കാം എന്ന് ആദം അലൈഹിസ്സലാം പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു അതൊന്നും പോരാ, അതിനേക്കാളും വിലയുള്ളത് വേണം. ആദം നബിയുള്ളാഹി മഹർ കൊടുത്തത് തിരു മുസ്തഫ നബിമേൽ സ്വലാത്താണ് 20 സ്വലാത്താ മഹറായിട്ട് കൊടുത്തത്. സ്വർഗം മൊത്തം കൊടുക്കാന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞു ഏയ് അത് പോരാ. ഒന്ന് നോക്ക് സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വിലപിടിപ്പതിനുള്ളതാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ കൊടിയെടുത്തു, വിളിച്ചു റസൂലുള്ളാഹ്. അതെ, ഒന്നാമത്തെ കൊടി വെളുപ്പാണ്, രണ്ടാമത്തതും മൂന്നാമത്തതും കറുപ്പാണ്. അൽഹംദുലില്ലാഹ്, മൂപ്പർക്കും അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഒന്നാമത്തെ വെളുത്ത കൊടിയെടുത്തു മുത്ത് റസൂലുള്ളാഹി. കണ്ടോ സദദക്കുടൈ കോൾ പൊങ്കും തിരുകരമാൽ ഒണ്ടാമ തദിനബി തൻ തോളർ മിസ്അബിലീം ദാർ അവരത് തനെ പിടി ചെയ്താറ്റൽമും ബിലദിലയാഗൈ. കണ്ടോ സദദക്കുടൈ കോൾ പൊങ്കും തിരുകരമാൽ ഒന്നാമത്തതിനെ നബി തൻ തോളർ മുസ്അബിൽ ഈന്താർ. ഒന്നാമത്തെ കൊടി ആർക്കാ കൊടുത്തത്? മുസ്അബ് ബിൻ ഉമൈർ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനാണ് ഒന്നാമത്തെ വെളുത്ത കൊടിയാണ് ആ കൊടി കൊടുത്തതാർക്കാണ്? മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുസ്അബ് തങ്ങളോട് പറഞ്ഞു, കുറച്ച് മുമ്പിലേക്ക് നിൽക്ക് മോനെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ കൊടി എടുത്തിട്ട് ആരെ കയ്യിലാ കൊടുത്തത്? സത്തി പുലി അലിയാർ തങ്ങൾക്കും. രണ്ടാമത്തെ കൊടി ആർക്കാ കൊടുത്തത്? അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ മോനാണ്. ബാപ്പാന്റെ ബാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അവരെ ബാപ്പ റസൂലുള്ളാഹിന്റെ ബാപ്പ അബ്ദുല്ല. അവരെ ബാപ്പ എന്താ മോനെ? അബ്ദുൽ മുത്തലിബ്. അവരെ ബാപ്പ ഹാഷിം. അവരെ ബാപ്പ അബ്ദുമനാഫ്. നബിയോരെ 20 ഉപ്പാപ്പമാരുടെ പേര് പാടിക്കൽ വൂജൂബാണല്ലോ. അബ്ദുല്ല, അബ്ദുൽ മുത്തലിബും ഹഷീമും അബ്ദുമനാഫും ഖുസൈയും പിന്നെ കിലാബും മുറത്തും കഅബും ലുഅയ്യാണ് ഖലീബും ഫിഹറും മാലിക്കും നദർ കിനാനത്തും ഖുസൈമത്തും മുദ്രിക മഅ നിസാറും മഅ മുദാറും നിസാറല്ലോ. മഅത്തും അദ്നാനും ചേർന്നാലി 20 പൂർത്തിയായിടുന്നു ഉപ്പാപ്പമാർ. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം, രണ്ടാമത്തെ കൊടിയെടുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. രണ്ടാമത്തെ കൊടിയെടുത്തിട്ട് ആരെ കയ്യിലാ കൊടുത്തത്? റസൂലുള്ളാഹിന്റെ മൂത്താപ്പാന്റെ മോനായ അലി. അഹദവൻഡൊലിയെ അർശിലെ പുലിയെ അബൂ താലിബിൻ തൻ കനിയെ അബൂ താലിബിൻ തൻ കനിയെ. പാടുന്നോർക്ക് പാടാം. അഹദവൻഡൊലിയെ അർശിലെ പുലിയെ അബൂ താലിബിൻ തൻ കനിയെ അബൂ താലിബിൻ തൻ കനിയെ. ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് ബടബമ്പർ പതിനാലാളെ തകർത്ത്. ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് ബടബമ്പർ 14 തകർത്ത്
ലോകത്ത് ബദർ യുദ്ധക്കളം വിറച്ചു മഹാവമ്പരെയും തുലച്ചു. എല്ലാവരും സലാം പറയും, റസൂലുള്ളാഹിക്ക് സലാം പറയണം. യാ നബിയേ സലാം, യാ റസൂലേ സലാം, യാ മുഹമ്മദ് നബിയേ സലാം, യാ മുഹമ്മദ് നബിയേ സലാം. രണ്ടാമത്തെ കൊടി കൊടുത്തത് റസൂലുള്ളാഹിന്റെ മൂത്താപ്പയായ അബൂ താലിബിന്റെ മോനായ ആരുടെ കയ്യിൽ? റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ്. മൂന്നാമത്തെ കൊടി അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ്. ഇനി ആ സ്വഹാബത്തിന്റെ കയ്യിലുള്ള ഒരുക്കങ്ങൾ എത്രയാ? അദദ് ദുറൂഉണ്ട് 9. പടക്കുപ്പായം 9 എണ്ണം മാത്രമേ ഉള്ളൂ. ശത്രുവിന്റെ അടിയും ഇടിയും വെട്ടും കുത്തൊക്കെ കേൾക്കുമ്പോൾ, ശത്രുവിന്റെ അടി വരുമ്പോ, വാളിന്റെ വെട്ട് വരുമ്പോ, കുന്തത്തിന്റെ കുത്ത് വരുമ്പോ, അമ്പും വില്ലും വരുമ്പോ അത് തടുക്കാനാണ് ഇരുമ്പിന്റെ പടക്കുപ്പായം. ഇരുമ്പിന്റെ പടയെങ്കിൽ ആകെ ഉള്ളത് 9 എണ്ണം മാത്രമാണ്. 9 ആൾക്കാർ ഒരു കുപ്പായം എത്ര ഇടാൻ പറ്റും? ഒരാൾക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ 9 പടക്കുപ്പായമുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഒരു സാധനവും ഇല്ല. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ബദരീങ്ങൾ വന്നത്. അവരിലെ അടവ സുയൂഫി 8 ഉണ്ട്. സുയൂഫി 8 ഉണ്ട്. 8 വാള് മാത്രമേ ഉള്ളത്. അതേ 305 സ്വഹാബത്തിന്റെ കയ്യില് എത്ര വാള്? 8 വാള് മാത്രമാണ്. അധിക ആൾക്കാരെ കയ്യിലും ബ്ലേഡിന്റെ പൊട്ട് പോലും ഇല്ല. ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റൂല. സ്വഹാബികൾ യുദ്ധത്തിനല്ല പോയത്. ഇപ്പൊ 1-ാം ലോകമഹായുദ്ധം ഉണ്ടായില്ലേ, 2-ാം ലോകമഹായുദ്ധം ഉണ്ടായില്ലേ, ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ മരിച്ചത്. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൈ മുറിഞ്ഞില്ലേ, കാല് മുറിഞ്ഞില്ലേ, കണ്ണിന്റെ കാഴ്ച പോയില്ലേ. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടപ്പോൾ എത്രയോ ആൾക്കാരെ കണ്ണിന്റെ കാഴ്ച പോയില്ലേ. ഇന്നും ജീവച്ഛവങ്ങളായി ആളുകൾ ജീവിക്കുന്നില്ലേ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടില്ല. 10,000-കണക്കിന് ആൾക്കാർ മരിച്ചിട്ടില്ല. 1000-കണക്കിന് ആൾക്കാർ പോലും മരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ബദറിലേക്ക് പോകുമ്പോ അധിക സ്വഹാബത്തിന്റെ കയ്യിലും ബ്ലേഡിന്റെ പൊട്ട് പോലും ഇല്ല. ധരിക്കാൻ കുപ്പായങ്ങളില്ല, വസ്ത്രങ്ങളില്ല, കാലുമ്മ ചെരുപ്പുകളില്ല. അതേ മദീനയിൽ നിന്നിട്ട് ബദറിലേക്കാണ് അവർ യാത്ര വന്നത്. എങ്ങട്ട്? ബദറിലേക്ക്. മദീനയിൽ നിന്ന് ബദറിലേക്ക് എത്ര കിലോമീറ്ററാ മോനെ? 150 കിലോമീറ്റർ ഉണ്ട്. സ്വഹാബികൾ യാത്ര ചെയ്ത റോഡ് ഇന്നും ആ വഴിയിലൂടെ റോഡ് വന്നിട്ടുണ്ട്. ആ റോഡിലൂടെ പലവട്ടം ഞാൻ യാത്ര പോയിട്ടുണ്ട്. ബദറിൽ നിന്നിട്ട് മദീനയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ അത് വേറെ ഉണ്ട്, ഖത്തു സരീഹ് വേറെ ഉണ്ട്. സ്വഹാബികൾ പോയ വഴിയിലൂടെ ഇന്ന് റോഡ് ചെറിയ റോഡ് കെട്ടിയിട്ടുണ്ട്. അടുത്ത കാലത്ത് 150 കിലോമീറ്റർ ദൂരമുണ്ട്. സ്വഹാബത്ത് നടന്നിട്ട് വന്നതാ. കാരണം ആകെ ഉള്ളത് 70 ഒട്ടകം മാത്രമാണ്, 5 കുതിരകൾ മാത്രമാണ്. കണ്ടോ നിങ്ങള്? സ്വഹബുകളിൽ മൂണ്ടാളിൽ അബുമർസദോർക്ക് സബൽയന പേർ ഖൈലുണ്ടും ഉലിമിഖ്താദിൽ സബ്ഹ തദംബർ ജതാരണ്ടിൽ ഒരു തുരകം താൻ ഉഹം സുബൈറുൽ അവ്വാമില്ലയസോ വെണ്ടുന്നും ഉരപുരവീതാനും ഉണ്ട് നിസബഊന നെടിലുകൾ ഉളതവയിൽ ഉണ്ടും പല പല ഖൗല ബദ്റുൽ ഹുദാ യാസീനൻ നബി ഖറജായി അന്നേരം വള്ളർ കൊടി മോണ്ടെണ്ണം കേട്ടിട അതിലുണ്ട് അബ്ബിയന്ന് വർണ്ണമതാ പിന്തണ്ടും അസ്വദുമാമേ. കണ്ടോ?
70 നെടിലുകൾ ഉളതവയിൽ ഉണ്ടുന്നാൻ പല പല ഖൗലാൻ. 70 ഒട്ടകം മാത്രമുള്ളത്. 70 ഒട്ടകപ്പുറത്ത് എന്റെ ഒട്ടകപ്പുറത്ത് ഞാൻ യാത്ര ചെയ്യാ, മറ്റേ ആൾ ഒട്ടകപ്പുറത്ത് മറ്റേ ആൾ യാത്ര ചെയ്യാ. അങ്ങനല്ല, ഉള്ള ഒട്ടകപ്പുറത്ത് ആളുകൾ മാറി മാറി ഇരിക്കുകയാണ്. ഒരാൾ കുറച്ചിരിക്കും, അടുത്ത ആളോട് കയറാൻ പറയും, അടുത്ത ആള് കുറച്ചങ്ങോട്ട് പോകും, അപ്പോഴേക്കും മൂന്നാമനോട് കയറാൻ പറയും. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അധിക സ്വഹാബികളും നടന്നിട്ടാ വന്നത്. അതേ സമയത്ത് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞു വരുന്ന കച്ചവട സംഘക്കാർ, അവരെ തലവൻ ആരാണ്? അബൂ സുഫിയാൻ. പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അന്ന് റസൂലുള്ളാഹിന്റെ ബദർ സമരം നടക്കുന്ന കാലത്ത് കഠിന ശത്രുവാണ്. അതുപോലെ ഉഹദ് യുദ്ധത്തിന്റെ നേതാവാണ്. ശത്രുക്കളെ സംഘത്തിന്റെ അഹ്സാബ് സംഘത്തിന്റെ തലവനായിരുന്നു ഉഹദിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഫത്ഹ് മക്ക നാൾ ഇസ്ലാമാകിടൈ റളിയല്ലാഹു അൻഹു സദദമേ. ഈ അബൂ സുഫിയാൻ ഉണ്ടല്ലോ, കച്ചവട സംഘത്തിന്റെ തലവൻ, ഭയങ്കര ഐഡിയ ഉള്ള ആളാണ്. മൂപ്പർക്ക് നേരത്തെ തന്നെ ഡൗട്ട് ഉണ്ട്, നമ്മൾ മുഹമ്മദിന്റെ ആൾക്കാരെ സ്വത്തൊക്കെ എടുത്തിട്ടാണ് പലരും ഇത് എന്റെ ഷെയറാന്നും പറഞ്ഞ് കച്ചവടത്തിൽ ചേർന്നത്. എന്നാല് മുഹമ്മദിന്റെ നാടായിരിക്കുന്ന, മുഹമ്മദ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായ മക്കത്തുള്ള മുഹാജിരീങ്ങൾ താമസിക്കുന്ന രാജ്യമായ മദീനയുടെ പരിസര പ്രാന്ത പ്രദേശത്തു കൂടിയാണ് അബൂ സുഫിയാൻ മടങ്ങുന്നത്. എങ്ങോട്ട്? ബദർ വഴിയാണ് മടങ്ങാറ് പതിവുള്ളത് മക്കയിലേക്ക്. അപ്പൊ അബൂ സുഫിയാൻ മനസ്സിലായി, മുഹമ്മദിന്റെ ആൾക്കാർ ഇവിടെ പരിസരത്തോടെ ഉണ്ടെന്ന് ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാലും ലക്ഷണം മനസ്സിലാക്കാൻ ഭയങ്കര കഴിവുള്ള ആളാണ്. കറക്റ്റ് ആയിരുന്നു അത്. അബൂ സുഫിയാന്റെ വീക്ഷണം ശരിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പുറപ്പെട്ടിട്ടുണ്ടല്ലോ. അബൂ സുഫിയാൻ പെട്ടെന്ന് സാധാരണ പോകാറുള്ള വഴിയിലൂടെ പോകാതെ, ബദർ വഴിക്ക് പോകാതെ, കുറച്ചുകൂടി പടിഞ്ഞാറ് ഭാഗത്ത്, ബദറിന്റെ പടിഞ്ഞാറ് എനിക്ക് തോന്നുന്ന ഒരു 15, 20, 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയാൽ ബഹറാണ്, കടലാണ്. ഏത് കടല്? അൽ ബഹറുൽ അഹ്മർ, റെഡ് സീ. കുറച്ചുകൂടി അത് ബദറിന്റെ നേരെ പടിഞ്ഞാട്ട് പോയാൽ കടലാണ്. ആ കടൽ കരയിലൂടെ നേരെ തെക്കോട്ട് രക്ഷപ്പെട്ടു. പെട്ടെന്ന് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുന്നതിന് മുമ്പ് ആ വഴിയിൽ വെച്ച് ലംലം എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു, കൂലിക്ക് വിളിച്ചു, കേസ് കൊടുത്തിട്ട് കൂലിക്ക് വിളിച്ചു. അബൂ സുഫിയാൻ ആരെയാ വിളിച്ചത്? ലംലം എന്ന് പറയുന്ന ഒരാളെ. ലംലമിനോട് അബൂ സുഫിയാൻ പറഞ്ഞു, ലംലമിന്റെ കയ്യിൽ 20 മിസ്കാല് പൊന്നു കൊടുത്തു, കൂലി കൊടുത്തിട്ട് പറഞ്ഞു, എടാ ലംലമേ, നീ വേഗം മക്കത്ത് പോകണം, മക്കത്ത് പോയിട്ട് വിവരം പറയണം, മക്കക്കാരെ മുഴുവനും വിവരം അറിയിക്കണം, നിങ്ങളുടെ കച്ചവട സമ്പത്തിനെ മുഹമ്മദ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. അതുകൊണ്ട് പെട്ടെന്ന് സൈന്യം മക്കയിൽ നിന്ന് പുറപ്പെടണം എന്ന് പറയണം. നേരെ സ്പീഡുള്ള വാഹനപ്പുറത്ത്, ഒട്ടകപ്പുറത്ത് പോയിട്ട് ജബൽ അബീ ഖുബൈസ്, അബൂ ഖുബൈസ് മലയുടെ മുകളിൽ കയറിയിട്ട് 2 കൈയും ഇങ്ങനെ കോർത്തിട്ട് തലയിൽ വെച്ചിട്ട് ലംലം വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞു എന്നറിയോ? പെട്ടേ ഖുബൈസിൻ പകുട്ടിം നോരാതി വിട്ടത് ലംലം താൻ, ഇട്ടത് ലംലം താൻ, പിത്തം പതൈ തിരുഹസ്തം ശിരസീനിൽ ബത്ത് വിളിത്തുരത്താൻ, ബത്ത് വിളിത്തുരത്താൻ. പെട്ടേ ഖുബൈസിൻ പകുട്ടിന്ന് ഒരട്ടാതിപ്പിട്ടത് ലംലം താൻ. ഖുബൈസ് എന്ന് പറയുന്ന മലമുകളിൽ തൊട്ടടുത്തുള്ള ജബൽ അബീ ഖുബൈസ് മല, ആ ജബൽ അബീ ഖുബൈസ് മല ഇന്ന് അവിടെ രാജാവിന്റെ കൊട്ടാരൊക്കെ ഉണ്ട്. ആ ജബൽ അബീ ഖുബൈസ് മലയുടെ മുകളിൽ കേറിയിട്ട് ലംലം 2 കൈയും കോർത്തിട്ട് പിത്തം പതയ്ത്ത് ഇരുഹസ്തം ശിരസിനിൽ വെച്ച് ആ 2 കൈയും കൂടി തലന്റെ മുകളിൽ വെച്ചിട്ട് ഇയാള് വിളിച്ചു പറയാണ്, തിട്ടമേ ദിക്കുകൾ ഒക്കയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ, ഏ മക്കാരെ, തിങ്കലായി ഉങ്ങൾക്കിറങ്ങിയ ബൻബലാ സംഗീതം കേളുവീരേ. മക്കാരെ, നിങ്ങൾക്ക് വലിയ ബലാ സങ്കടം വരാൻ പോവാൻ, ആഫത്ത് മുസീബത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞയച്ച നിങ്ങളുടെ പ്രതിനിധികളായ കച്ചവട സംഘക്കാരുമായിട്ട് മുഹമ്മദ് നിങ്ങളുടെ കച്ചവട സമ്പത്തിനെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ അതാ സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും അതിനുങ്ങൾ കിട്ടി അനുഭവിച്ചിടാൻ എത്തിയമാം, അതിൽ നിന്ന് ഒട്ടും നിങ്ങൾക്ക് കിട്ടുകയില്ല.
അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദിനോട് എതിർക്കാൻ വേണ്ടി പുറപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടത് വിട്ടത് പതൈതീരു ഹസ്തം ശിരസീനിൽ ബത്ത് വിളിത്തുരത്താൻ ബത്ത് വിളിത്തുരത്താൻ തിട്ടമെതിക്കുകളൊക്കെയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ മക്കമിൽ മിക്കവരെ ഉങ്ങൾക്കിറങ്ങിയ ബൻബല സംഗീതം കേളുവീരേ സംഗീതം കേളുവീരേ ഒട്ടും അതിനുങ്ങൾ കിട്ടി അനുഭവിത്തിട്ടിട നിത്യമാ തിട്ടിട നിത്യമാ ഓമ ഹലകളെ തമഹലാകുമൈ കാമൻ മൊഴി സത്യമാ കാമൻ മൊഴി സത്യമാ. ഇയാള് പറഞ്ഞു എല്ലാരും പെട്ടെന്ന് പുറപ്പെടണം, സൈന്യം പുറപ്പെടണം, എല്ലാരും റെഡിയാകണം, ആരും മാറിക്കാൻ പാടില്ല എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. അബൂജഹലിനെ കേട്ടപ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം അല്ലാഹുവിന്റെ റസൂലിനോട് സമരം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ പുറപ്പെടണം എന്നാണല്ലോ പറയണത്. ഇതിന് കേട്ടപ്പോ അബൂജഹൽ നാസോറുകളിൽ മഹാകൂറ്റിനാൽ അബൂജഹൽ നാദായി പോലുരത്തതിന് ജനങ്ങളോട് നാസ് എന്ന് പറഞ്ഞ ജനങ്ങൾ, അത് അറബി വേർഡാണ്. നാസോറുകളിൽ മഹാകൂറ്റിനാൽ ജനങ്ങളോട് ഭയങ്കര സൗണ്ടിൽ അബൂജഹലും വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ആരും മാറി നിൽക്കരുത്, മുഹമ്മദിനെ പാഠം പഠിപ്പിക്കണം. അത് ശരി, നമ്മൾ ഇവിടുന്ന് ഒരു കച്ചവട സംഘത്തിനെ പറഞ്ഞയച്ചിട്ട് മുഹമ്മദ് ആക്രമിക്കുക. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വെറുതെ ആക്രമിക്കുകയാണോ? അല്ല. ഈ ശത്രുക്കളുടെ ലക്ഷ്യം ശരിയല്ല, മക്കളെ പോത്തലല്ല. ശത്രുക്കളെ മദീനയെ ആക്രമിക്കലാണ്, റസൂലുള്ളാഹിനെ വകവരുത്തലാണ്, സ്വഹാബത്തിനെ വകവരുത്തലാണ്. അതുമാത്രമല്ല, സ്വഹാബത്തിന്റെ സ്വത്തും കൂടി എടുത്തിട്ട് അവർ കച്ചവടത്തിന് പോയത്. അതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്യാൻ റസൂലുള്ളാഹി പുറപ്പെട്ടത്. ചോദ്യം ചെയ്യാൻ നമ്മൾ പുറപ്പെടൂലേ? നമ്മളെ ഒരു 10 റുപ്യ, എന്റെ തെങ്ങിന്റെ ഒരു 10 തേങ്ങ എന്റെ സമ്മതമില്ലാതെ ഒരു കുഞ്ഞിപ്പോക്കര് കൊണ്ടുപോയാൽ ആ കുഞ്ഞിപ്പോക്കന്റെ നടുപ്പുറം കടപ്പുറാക്കൂലേ? നമ്മൾ ആക്കൂലേ? അല്ലാഹു തആല അങ്ങനത്തെ അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. നമ്മളെ സ്വത്തും ഹലാലായി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും മുതലും അതൊക്കെ ഒരാളെ കയ്യിലും പെടാതെ, വേറെ ഒരുത്തന്റെ ഹറാമായിട്ട് നമ്മളെ കയ്യിലും കുടുങ്ങാതെ ഹലാലായ വരുമാനത്തോടുകൂടി ബറക്കത്തോടുകൂടി ജീവിക്കാനും ബറക്കത്തോടുകൂടി മരിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ പരമ്പരകൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭൂമിയിൽ, വീട്ടിൽ, മക്കളിൽ ഖൈർ ബറക്കത്ത് ദായിമാക്കി തരണേ അല്ലാഹ് ബിറഹ്മതിക്. എല്ലാവരും ആമീൻ പറഞ്ഞോളി. എല്ലാരും കൂടി ആമീൻ പറയുമ്പോ പടച്ചോൻ സ്വീകരിക്കും. അബൂജഹൽ വിളിച്ചു പറഞ്ഞു, എല്ലാരും വരിടോ, എല്ലാരും വരണം. നാസോറുകളിൽ മഹാകൂറ്റിനാൽ അബൂജഹൽ നാദായി പോൾ ഉരത്തദീന ദേശത്തുള്ളോർ ഖുറൈശി മൂപ്പർ സകലവും ചെവിത്ത് ഹൈറാൽ തരിത്ത് നിപ്പാർ യേശി മദർ സദറകമേ സബികളെ എടുത്തണൈത്ത് നിലവിളിയായി പേശി പേദർ കിളവികളും അണയവ പിടിത്ത് തമ്മിൽ അലമുറയായി. നാസോറുകളിൽ മഹാകൂറ്റിനാൽ ജനങ്ങളോട് വലിയ ശബ്ദത്തിൽ അബൂജഹൽ വിളിച്ചു പറഞ്ഞു, എല്ലാരും പുറപ്പെടണം, മുഹമ്മദിനെ പാഠം പഠിപ്പിക്കണം, എല്ലാരും വരണം, ഒറ്റ കുട്ടി മാറിക്കാൻ പാടില്ല, ഉള്ള ആയുധങ്ങളൊക്കെ എടുക്കണം, ആരും മാറിക്കരുത്, ഒഴിവാകരുത്. പെട്ടെന്ന് മക്കത്തുള്ള ചെറുപ്പക്കാർ പെട്ടെന്ന് റെഡിയായി. എല്ലാരെയും റെഡിയാക്കാനും ഒപ്പം കൂട്ടാനും ഭയങ്കര ഐഡിയ ഉള്ള ആളാണ് ആര്? അബൂജഹൽ. അങ്ങനെ എത്ര ആൾക്കാരെ ഒപ്പം കൂടിയത്? 1250 ആൾക്കാർ പുറപ്പെട്ടു. 1250 അശ്ഖാസ്,
1250 ആൾക്കാർ അബൂജഹലിന്റെ പിന്നാലെ വളരെ പെട്ടെന്ന് റെഡിയായി. മതമതിച്ച് കുതികുതിച്ച് അഹങ്കാരത്തോട് കൂടിയിട്ട് മുഹമ്മദിന്റെ തലയെടുക്കണം. ഏതായി മുഹമ്മദ് സ്വന്തം രാജ്യത്തുനിന്ന് പിറന്ന മണ്ണിൽ നിന്ന് മക്കയിൽ നിന്ന് അന്യനാട്ടിൽ പോയപ്പോ മദീനക്കാര് സ്വാഗതം ചെയ്ത് കൊണ്ടുപോയപ്പോ റസൂലുള്ളാഹി അവിടെ പോയി താമസിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയി ജീവിക്കാൻ സമ്മതിക്കാതെ മുഹമ്മദിന്റെ തലയെടുക്കണം, അബൂബക്കറിന്റെ തലയെടുക്കണം, ഉമറിന്റെ തലയെടുക്കണം. കുറെ ആൾക്കാർക്ക് തല കിട്ടാൻ വലിയ പൂതിയുള്ള ആളാണ് അബൂജഹൽ. നമുക്ക് ആട്ടും തല കിട്ടാൻ വലിയ പൂതിയാണ്, ഇവർക്ക് മനുഷ്യന്മാരെ തല കിട്ടാനാ പൂതി. അങ്ങനെയാണ് അബൂജഹൽ പുറപ്പെട്ടു. 1250 സൈന്യങ്ങൾ പുറപ്പെട്ടു. അതേ സമയം അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ കയ്യിൽ 8 വാളുകൾ മാത്രമാണ്, 9 കുന്തങ്ങൾ മാത്രമാണ്. അതാണ് അല്ലാഹു ബദരീങ്ങളെ പറ്റി പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ وأنتم أذلة فاتقوا الله لعلكم تشكرون ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. സ്വഹാബികളെ പറ്റി ബദരീങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞതാ. 1250 സൈന്യങ്ങൾ പുറപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരായുധരാണ്, അവരെ കയ്യിൽ ആയുധങ്ങളില്ല. അവര് പുറപ്പെട്ടു. 150 കിലോമീറ്റർ യാത്ര ചെയ്യണ്ടേ. സഹാബത്ത് വാദി ദഫറാൻ എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ക്ഷീണിക്കുമ്പോ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങും, അവിടെ നിന്ന് കുറച്ചൊന്ന് ഇരിക്കും, അല്ലെങ്കിൽ കുറച്ചൊന്ന് കിടക്കും, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ഖുർആനിന്റെ ആയത്തിറങ്ങുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين എന്ന് പറയുന്ന ആയത്തിറങ്ങുകയാണ്. സൂറത്തുൽ അംഫാലിലുള്ള ആയത്ത്. വാദി ദഫറാനിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയപ്പോൾ ആയത്തിറങ്ങുകയാണ്. എന്താണ് ആയത്തിൽ പറഞ്ഞത് എന്നറിയുമോ? പാർത്തേ കാദായേനും റാവി മോളി കേപ്പിൻ ഫളലറ്റൽ നബിയും സഹാബുറെല്ലാം പവനം ദഫറാൻ ആതലത്തിലെത്തി പാർപ്പതിനാൽ നായൻ അരുളാൽ ജിബ്രീൽ ശിന്ദ ബന്ദ് തിരുനബിക്കിറയോ സലാം മൊളിമുണ്ട് കരപറ്റി നബി ചൊടിയേകൾ എന്ത് അമരരുൾ ആയ തോതി ഏർത്തോ ബൈറയോ അല്ലാ നഫീറയോ ഏതാകുമോ മൈക്കിപ്പോൾ വേണ്ടുമെണ്ടും ഏത തായിഫതൈനി ഉങ്കൽ കല്ല ഏകി വഅദ ചെയ്ത നിണ്ടും പ്രമോഷിന്തുടൻ മാകമേറി കണ്ടറ നബി സാഹിബാക പേരിൽ പണ്ടൻ തന്നാമർ വഴി പോലെ കൂറി എംബി മൂശ വേറത്താലേ. ഈ ആയത്തിങ്ങട്ട് ഇറങ്ങിയ സമയത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനേക്കാളും 3 ഇരട്ടി
കൂടുതലുണ്ടായിരുന്നു ശത്രുക്കളുടെ എണ്ണം. പക്ഷെ അല്ലാഹു തആല ബദരീങ്ങളെ സഹായിച്ചു. ശത്രുക്കൾ അമ്പെ പരാജയപ്പെട്ടു. 70 ശത്രുക്കളുടെ വലിയ നേതാക്കന്മാരായ 70 പേര് കൊല്ലപ്പെട്ടു. 70 പേരെ ബന്ധനസ്ഥരാക്കി പിടിച്ചു. സത്യം വിജയിച്ചു. ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. അൽഹംദുലില്ലാഹ്. അങ്ങനെ സത്യം വിജയിച്ചു, ബാത്തിൽ പരാജയപ്പെട്ടു. എപ്പോഴും ബാത്തിൽ പരാജയപ്പെടും. അല്ലാഹു തആല ബദരീങ്ങളെ ചരിത്രം പറഞ്ഞത് ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനെ.